ശീതയുദ്ധ കാലഘട്ടത്തിൽ സോവിയറ്റ് ആശയങ്ങൾ പടരാതിരിക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലെ മുജാഹിദീൻ പോരാളികൾക്ക് ആയുധം നൽകിയ അതേ അമേരിക്കയാണ് ഇന്ന് തീവ്രവാദത്തിനെതിരെ സംസാരിക്കുന്നത്. ലോക സമാധാനത്തിന് വേണ്ടി ഇന്ത്യയോടും പാകിസ്ഥാനോടും പറയുന്ന അമേരിക്കയുടെ ഭൂതകാലമാണ് എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയെടുത്തത്. ഇന്ന് ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി മാറി പാകിസ്ഥാനിലെ ഭീകരവാദം വളർന്നതിൽ അമേരിക്കയ്ക്ക് വ്യക്തമായ പങ്കുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ലോകരാജ്യങ്ങൾക്കിടയിൽ വീണ്ടും ഇന്ത്യയും പാകിസ്ഥാനും ചർച്ചയാകുമ്പോൾ ലോകത്തെവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇപ്പോൾ നല്ല പിള്ള ചമയുന്ന അമേരിക്കയെ കൂടി നമ്മൾ മനസ്സിലാക്കണം. അമേരിക്കയാണ് ലോകത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരം എന്തു തന്നെയായാലും കമന്റ് ചെയ്യൂ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. പകരത്തിന് പകരം കഴിഞ്ഞെന്നും ഇനി ഇന്ത്യയും പാകിസ്ഥാനും സംഘർഷം അവസാനിപ്പിക്കണമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇരു രാജ്യങ്ങളുമായി തനിക്ക് നല്ല ബന്ധമാണുള്ളത്. ഇരു രാജ്യങ്ങളും നല്ലതുപോലെ അറിയാം. പ്രശ്നം പരിഹരിക്കണമെന്നും എന്ത് സഹായത്തിനും തയ്യാറാണെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനിടെ പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്യുന്നതിന് പൗരന്മാർക്ക് അമേരിക്ക വിലക്കും ഏർപ്പെടുത്തി. ഇന്ത്യ പാക് അതിർത്തി നിയന്ത്രണ രേഖ, ഖൈബർ പഖ്തൂൺഖ, ബാലൂചിസ്ഥാൻ പ്രവിശ്യകളിലേക്ക് യാത്ര ചെയ്യുന്നതിനാണ് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഭീകരാക്രമണ സാധ്യത കണക്കിലെടുത്താണ് അമേരിക്ക സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പൗരന്മാർക്ക് യാത്രാ വിലക്ക് നിർദ്ദേശം നൽകിയത്. അമേരിക്കൻ പൗരന്മാർ പാകിസ്ഥാനിലേക്ക് നടത്താനിരിക്കുന്ന യാത്ര പുനഃപരിശോധിക്കുകയും വേണം. പാകിസ്ഥാനിൽ ഭീകരവാദികൾ ആക്രമണം നടത്താനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ്. ഖൈബർ പഖ്തൂൺഖ, ബാലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകളിൽ സ്ഥിരമായി ഭീകരാക്രമണം നടക്കാറുമുണ്ട്. ഇതുവരെ നിരവധി പേർക്കാണ് ജീവൻ നഷ്ടമായത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ, സർവകലാശാലകൾ, ഷോപ്പിംഗ് മാളുകൾ, വിമാനത്താവളങ്ങൾ, ആശുപത്രികൾ എന്നിവയടക്കം ഭീകരർ ലക്ഷ്യമിടാൻ സാധ്യതയുണ്ട്. അതിനാൽ പാകിസ്ഥാനിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പിൽ പറയുന്നത്. ട്രംപ് ഒരുപക്ഷെ മറന്നിരിക്കാം, പാകിസ്ഥാനിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദം വളർത്തുന്നതിൽ നിങ്ങൾ നിർണായക പങ്കാണ് വഹിച്ചിട്ടുള്ളത് എന്ന കാര്യം. തീവ്രവാദത്തിനെതിരെ ശബ്ദമുയർത്തുമ്പോഴൊക്കെ തന്നെ നിങ്ങളുണ്ടാക്കിയ രാഷ്ട്രീയ അസ്ഥിരതയാണ് പലപ്പോഴും പല രാജ്യങ്ങളിലും പ്രശ്നമായി വന്നത്. ആ അസ്ഥിരത മുതലെടുത്താണ് രാജ്യത്ത് തീവ്രവാദം ശക്തിപ്പെട്ടതുപോലും. സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്ത് US പിന്തുണ നൽകിയത് സോവിയറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി അഫ്ഗാനിലെ മുജാഹിദ്ദീൻ പോരാളികൾക്കായിരുന്നു. 1970കളുടെ അവസാന കാലഘട്ടത്തിലും 1980കളുടെ തുടക്കത്തിലും സോവിയറ്റ് അധിനിവേശത്തെ ചെറുക്കുന്ന അഫ്ഗാൻ മുജാഹിദ്ദീൻ പോരാളികൾക്ക് ആയുധം നൽകുന്നതിനും ധനസഹായം നൽകുന്നതിനുമുള്ള രഹസ്യ പദ്ധതിയായ ഓപ്പറേഷൻ സൈക്ലോൺ ആരംഭിച്ചത് ഇതേ US തന്നെയാണ്. സ്വീകർത്താക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച പാകിസ്ഥാന്റെ ഇന്റർ സർവീസസ് ഇന്റലിജൻസ് വഴിയാണ് ഈ പിന്തുണ അവർക്ക് ലഭിച്ചത്. അതായത് പാകിസ്ഥാനെ കൂട്ടുപിടിച്ച് ഇവരെ വളർത്തുന്നതിൽ USന് കൃത്യമായ പങ്കുണ്ട്. ഫണ്ടമെന്റലിസ്റ്റ് വിഭാഗങ്ങൾക്ക് സഹായത്തിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ ലഭിച്ചിട്ടുണ്ട്. ഇത് പിന്നീട് താലിബാൻ, അൽ-ഖ്വയ്ദ പോലുള്ള സ്ഥാപനങ്ങളായി പരിണമിച്ച ഗ്രൂപ്പുകളുടെ ശാക്തീകരണത്തിലേക്കാണ് ചെന്ന് നയിച്ചത്. അതായത് അമേരിക്കയുടെ പണം ആദ്യം ചെന്നെത്തിയത് ഇത്തരം ഫണ്ടമെന്റലിസ്റ്റുകളുടെ അടുത്തേക്കാണ്. അത് പിന്നീട് ഇത്തരത്തിലുള്ള സംഘടനകൾക്ക് രൂപം പ്രാപിക്കാനുള്ള അവസരമായി മാറുകയായിരുന്നു. ആഗോളതലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ജിഹാദിസ്റ്റ് സംഘടനകളുടെ ഒരു ശൃംഖല വളർത്തിയെടുക്കുന്നതിന്റെ അപ്രതീക്ഷിത പരിണതഫലവും ഈ പരിപാടിയുടെ പൈതൃകത്തിൽ ഉൾപ്പെടുന്നു. സെപ്റ്റംബർ 11 ആക്രമണങ്ങളെ തുടർന്ന് US നയിക്കുന്ന ഭീകരതയ്ക്കെതിരായ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഒരു പ്രധാന സഖ്യകക്ഷിയായി ഉയർന്നു വന്നിരുന്നു. 2002 മുതൽ US പാകിസ്ഥാന് $11 ബില്യൺ സൈനിക സാമ്പത്തിക സഹായം നൽകി. അതിൽ ഭൂരിഭാഗവും തീവ്രവാദ വിരുദ്ധ ശേഷി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു. എന്നിരുന്നാലും പാകിസ്ഥാനിലെ ഗോത്ര മേഖലകളിൽ ഡ്രോൺ ആക്രമണങ്ങളെ ആശ്രയിച്ചതും നിരവധി തീവ്രവാദ നേതാക്കളെ ഇല്ലാതാക്കിയതും ഗണ്യമായ സിവിലിയൻ നാശനഷ്ടങ്ങൾക്ക് കാരണമായി. ഡ്രോൺ പ്രവർത്തനങ്ങളിൽ 424നും 969നും ഇടയിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഇത് അമേരിക്കൻ വിരുദ്ധ വികാരം വർദ്ധിപ്പിക്കുകയും തീവ്രവാദ വിരുദ്ധ ശ്രമങ്ങളെ സങ്കീർണമാക്കുകയും ചെയ്തു. US സഹായം ഉണ്ടായിരുന്നിട്ടും പാകിസ്ഥാന്റെ ISISലെ ഘടകങ്ങൾ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ബന്ധം പുലർത്തുന്നതായി ആരോപിക്കപ്പെടുന്നുണ്ട്. ഓപ്പറേഷൻ ടു പാക് പോലുള്ള പ്രവർത്തനങ്ങൾ ലഷ്കർ ഇ തോയ്ബ പോലുള്ള ഗ്രൂപ്പുകൾ ഉൾപ്പെടെയുള്ള കാശ്മീരിലെ കലാപകാരികൾക്ക് ISIS നൽകുന്ന ചരിത്രപരമായ പിന്തുണയെ വ്യക്തമാക്കുന്നത് തന്നെയാണ്. കൂടാതെ അബോട്ടാബാദിൽ പാകിസ്ഥാൻ സൈനിക അക്കാദമിക്ക് സമീപം ഒസാമ ബിൻ ലാദനെ കണ്ടെത്തിയത് തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളോടുള്ള പാകിസ്ഥാന്റെ പ്രതിബദ്ധതയെക്കുറിച്ച് ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തിപ്പിടിച്ചത്. ബിൻ ലാദനെ കണ്ടെത്താൻ CIA സഹായിച്ച ഡോക്ടർ ഷക്കീൽ അഫ്രീദി റിപ്പോർട്ട് ചെയ്തത് പാകിസ്ഥാൻ അധികൃതർ USനെ ഇന്ത്യയേക്കാൾ വലിയ ശത്രുവായി കാണുന്നു എന്നതായിരുന്നു.
ഇത് ആഴത്തിലുള്ള അവിശ്വാസത്തെയാണ് ഉയർത്തിക്കാണിച്ചത്. സങ്കീർണമായ US-പാകിസ്ഥാൻ ബന്ധം പ്രാദേശിക സുരക്ഷയിൽ ആഴത്തിലുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുക എന്നതാണ് US സഹായം ലക്ഷ്യമിട്ടതെങ്കിലും ചില തീവ്രവാദ ഗ്രൂപ്പുകളെ നേരിടുകയും മറ്റുള്ളവരെ പിന്തുണയ്ക്കുകയും ചെയ്തുവെന്ന് ആരോപിക്കപ്പെടുന്ന പാകിസ്ഥാന്റെ ഇരട്ട സമീപനം ഈ ലക്ഷ്യങ്ങളെ ദുർബലപ്പെടുത്തി. ഈ ഇരട്ടത്താപ്പ് US-പാകിസ്ഥാൻ ബന്ധങ്ങളെ വഷളാക്കുകയും ദക്ഷിണേഷ്യയിൽ നിരന്തരമായ അസ്ഥിരതയ്ക്ക് കാരണമാകുകയും ചെയ്തു. പാകിസ്ഥാന്റെ ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ അമേരിക്കയുടെ ഇടപെടൽ തീവ്രവാദത്തിനെതിരെ പോരാടുന്നതിൽ അന്താരാഷ്ട്ര സഹകരണത്തിന്റെ വെല്ലുവിളികളെ അടിവരയിടുന്നതാണ്. പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നതിനായി ഗണ്യമായ വിഭവങ്ങൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിലും ഫലങ്ങൾ മിശ്രിതമായിട്ടാണ് വന്നത്. ചില മുൻകൈകൾ അവർ തകർക്കാൻ ശ്രമിച്ച ഘടകങ്ങളെ അബദ്ധവശാൽ ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. മേഖലയിലെ ഭീകരതയെ നേരിടുന്നതിന് ഫലപ്രദമായ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിന് ഈ ബന്ധത്തെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ധാരണ അത്യാവശ്യവുമാണ്. കശ്മീരിലെ പഹൽഗാമിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണത്തിൽ 26 വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യക്കുള്ള പിന്തുണ അമേരിക്ക വീണ്ടും ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുബ്രഹ്മണ്യം ജയശങ്കറിന് US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അനുശോചനം രേഖപ്പെടുത്തുകയും ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുമായുള്ള സഹകരണത്തിനുള്ള USന്റെ പ്രതിബദ്ധത ഊന്നി പറയുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗുമായുള്ള ചർച്ചകളിൽ സ്വയം പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തിന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് പിന്തുണ അറിയിച്ചു. ഭീകരതയെ നേരിടുന്നതിൽ പാകിസ്ഥാന്റെ സഹകരണത്തിന്റെ പ്രാധാന്യം US വൈസ് പ്രസിഡന്റ് JD വാൻസ് എടുത്തുകാട്ടി. സ്വന്തം പ്രദേശത്ത് പ്രവർത്തിക്കുന്ന തീവ്രവാദങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടു. ആക്രമണത്തിന് പാകിസ്ഥാനെ നേരിട്ട് കുറ്റപ്പെടുത്തുന്നത് US നിർത്തിവെച്ചെങ്കിലും സ്ഥിതിഗതികൾ വിശാലമായ ഒരു പ്രാദേശിക സംഘർഷത്തിലേക്ക് വഷളാകാതിരിക്കാൻ ഇന്ത്യ സംയമനം പാലിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടു. അടിയന്തര പ്രതികരണങ്ങൾക്കപ്പുറം ഭീകരവിരുദ്ധ പ്രവർത്തനങ്ങളിൽ USനും ഇന്ത്യക്കും ദീർഘകാല പങ്കാളിത്തമുണ്ട്. ഇതിൽ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പുകൾ, ഇന്റലിജൻസ് പങ്കിടൽ, തീവ്രവാദ ധനസഹായവും തീവ്രവാദവൽക്കരണവും ചെറുക്കുന്നതിനുള്ള സഹകരണ സംരംഭങ്ങൾ എന്നിവയും ഉൾപ്പെടുന്നു. 2008 മുംബൈ ആക്രമണത്തിലെ പ്രതിയായ തഹാവുർ റാണയെ കൈമാറാൻ അംഗീകാരം നൽകുന്നത് പോലുള്ള ഇന്ത്യയുടെ ഭീകരവിരുദ്ധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്ന നിയമപരമായ നടപടികളും US സ്വീകരിച്ചിട്ടുണ്ട്. ഭീകരവാദ കുറ്റവാളികളെ ഉത്തരവാദിത്വത്തോടെ പിടിക്കാനുള്ള USന്റെ പ്രതിബദ്ധത ഈ നീക്കം അടിവരയിടുന്നതാണ്. മൊത്തത്തിൽ ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്കൊപ്പം അമേരിക്ക നിലകൊള്ളുന്നു എന്ന കാര്യത്തിൽ സംശയം ഇപ്പോഴില്ല. നീതി, പ്രാദേശിക സ്ഥിരത, പങ്കിട്ട സുരക്ഷാ വെല്ലുവിളികളെ നേരിടുന്നതിനുള്ള മെച്ചപ്പെട്ട ഉഭയകക്ഷി സഹകരണം എന്നിവയ്ക്കായി വാദിക്കുന്ന രാഷ്ട്രമാണ് ഇരുവരും. പഹൽഗാമിൽ നമുക്ക് നഷ്ടപ്പെട്ട 26 പേരുടെ ജീവന് പകരം ചോദിക്കുന്ന ഓപ്പറേഷൻ സിന്ദൂറിനെ അനുകൂലിച്ച് ഈ നിർണായക ഘട്ടത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കാൻ നിരവധി രാജ്യങ്ങൾ തയ്യാറായിട്ടുണ്ട്. അപ്പോഴും ലോകത്ത് വീണ്ടും ഒരു യുദ്ധം സംഭവിക്കുന്നു എന്ന ആശങ്കയും പലരും പങ്കുവെക്കുന്നു. നമുക്ക് നോക്കാം ഏതൊക്കെ രാജ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയിട്ടുണ്ട് എന്ന കാര്യം. ആദ്യത്തേത് മറ്റാരുമല്ല, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ്. ഇരകൾക്ക് അനുശോചനം രേഖപ്പെടുത്തിയ അമേരിക്ക കുറ്റവാളികളെ നീതിപീഠത്തിന് മുമ്പിൽ കൊണ്ടുവരേണ്ടതിന്റെ പ്രാധാന്യവും ഊന്നി പറഞ്ഞു. ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശം അംഗീകരിക്കുമ്പോൾ തന്നെ കൂടുതൽ സംഘർഷം രൂക്ഷമാക്കുന്നത് തടയാൻ ഇന്ത്യയും പാകിസ്ഥാനും സംയമനം പാലിക്കണമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഉൾപ്പെടെയുള്ള US ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ രാജ്യം ഇസ്രായേലാണ്. ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യക്ക് നിരുപാധിക പിന്തുണ ഇസ്രായേൽ നൽകിയിട്ടുണ്ട്. പെഹൽഗാം ആക്രമണത്തെ കിരാതമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ചു. ഇന്റലിജൻസ് പങ്കിടലിലൂടെയും സാങ്കേതിക പിന്തുണയിലൂടെയും ഇന്ത്യയെ സഹായിക്കാനുള്ള ഇസ്രായേലിന്റെ പ്രതിബദ്ധത സ്ഥിരീകരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസിഡർ ഇന്ത്യയുടെ സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തിനുള്ള പിന്തുണ ആവർത്തിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ രാജ്യം റഷ്യയാണ്. ഇന്ത്യയുമായുള്ള ഭീകരവിരുദ്ധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള പ്രതിബദ്ധത റഷ്യ വീണ്ടും ഉറപ്പിച്ചിട്ടുണ്ട്. മോസ്കോയിൽ നടന്ന 12ാമത് ഇന്ത്യ-റഷ്യ സംയുക്ത വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിൽ ഭീകരതയെയും തീവ്രവാദത്തെയും ചെറുക്കുന്നതിനെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തു. തീവ്രവാദ വിരുദ്ധ സംരംഭങ്ങളിൽ ഇന്ത്യയുടെ പങ്കിനെ റഷ്യ പ്രശംസിക്കുകയും ചെയ്തു. 4. യൂറോപ്യൻ യൂണിയൻ. അക്രമാസക്തമായ തീവ്രവാദം തടയുന്നതിലും പ്രതിരോധിക്കുന്നതിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനുമായി യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവയ്ക്കലും ഭീകരവാദ ധനസഹായം തടയലും ഉൾപ്പെടെ ഭീകരതയെ ചെറുക്കുന്നതിന് സമഗ്രമായ തന്ത്രങ്ങളുടെ ആവശ്യകത വർക്ക്ഷോപ്പുകളും സംയുക്ത പ്രസ്താവനകളും ഊന്നി പറഞ്ഞിട്ടുണ്ട്. 5. യുണൈറ്റഡ് അറബ് എമിറേറ്റ്. ഭീകരതയെ ചെറുക്കുന്നതിൽ ഇന്ത്യക്ക് പൂർണ്ണ പിന്തുണ UAE വാഗ്ദാനം ചെയ്തു കഴിഞ്ഞു.
ഉന്നതതല യോഗങ്ങളിൽ ഇരു രാജ്യങ്ങളും എല്ലാ രൂപത്തിലുമുള്ള ഭീകരതയെ അപലപിക്കുകയും ഭീകരവാദ ധനസഹായം തടയുന്നതിലും ഭീകരവാദ അടിസ്ഥാന സൗകര്യങ്ങൾ തകർക്കുന്നതിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. 6. ചൈന. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നതിൽ ചൈന ആശങ്ക പ്രകടിപ്പിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. എത്രത്തോളം സത്യമാണ് എന്നത് നമുക്ക് ഇവിടെ നിർണ്ണയിക്കാൻ പറ്റില്ല. പക്ഷേ ചൈന പ്രതികരിച്ചിട്ടുണ്ട് എന്നതാണ് പറയുന്നത്. പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിന് ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നും സംഭാഷണത്തിൽ ഏർപ്പെടാനുമാണ് ചൈന മുന്നോട്ട് വെച്ച ആവശ്യം. 7. യുണൈറ്റഡ് നേഷൻസ്. ഇന്ത്യയും പാകിസ്ഥാനും സൈനിക ഏറ്റുമുട്ടൽ ഒഴിവാക്കാനും അവരുടെ തർക്കങ്ങൾക്ക് സമാധാനപരമായ പരിഹാരങ്ങൾ തേടാനും ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇത് പ്രാദേശികവും ആഗോളവുമായ സ്ഥിരതയുടെ പ്രാധാന്യം എടുത്തു കാണിക്കുന്നതുമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ തീവ്രവാദത്തെ എതിർത്ത് രംഗത്തെത്തുന്ന പലരും, പ്രത്യേകിച്ച് അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ അതിനു കൊടുത്ത സംഭാവന വളരെയേറെയാണ് എന്നതാണ്. അത് നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ ഓർമ്മിക്കണം എന്ന് മാത്രമാണ് പറയുന്നത്. ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായാലും അറിയാൻ താല്പര്യമുണ്ട്. അത് എന്തായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.